നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഈ IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ജയിച്ചിരിക്കുന്നു. ഈ സീസണിലെ നാലാമത്തെ കളിയിലാണ് ചെന്നൈ ജയം രുചിച്ചിരിക്കുന്നത്. അതിന് കാരണക്കാരനായതോ മലയാളി താരം സഞ്ജു സാംസൺ. അത്ര ഗംഭീര സെഞ്ചുറി ആയിരുന്നു. ക്ലാസ് ഇന്നിങ്സ് ആയിരുന്നു. 56 പന്തിൽ 115 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു. 15 ഫോറും 4 സിക്സറുകളും. അങ്ങനെ 212 എന്ന ചെപ്പോക്കിലെ ആ പിച്ചിലെ ഗംഭീര റണ്ണായിരുന്നു. അത് ഗംഭീര സ്കോറായിരുന്നു. അങ്ങനെ 212 റണ്ണ് അവർക്ക് ചെന്നൈക്ക് അടിച്ചെടുക്കാൻ കഴിഞ്ഞത് സഞ്ജു സാംസൺ കാരനാണ്. 2 വിക്കറ്റ് നഷ്ടത്തിലാണ് 212 റൺ അടിച്ചത്. ആയുഷ് മാത്രേ എന്ന യുവ കളിക്കാരൻ നന്നായി കളിച്ചു. 59 റണ്ണടിച്ചു. അങ്ങനെ ഇത് ആദ്യമായിട്ട് നാലാമത്തെ കളിയിൽ, കഴിഞ്ഞ 3 കളിയിലും ബാറ്റിംഗ് ദയനീയമായിരുന്നു ചെന്നൈയുടെ. പക്ഷേ നാലാമത്തെ കളിയിൽ അവർ സഞ്ജു സാംസണിലൂടെയും ആയുഷ് മാത്രയിലൂടെയും തിരിച്ചു വന്നിരിക്കുന്നു. ബൗൾ ചെയ്തപ്പോഴാകട്ടെ ജാമി ഓവർട്ടൺ എന്ന ഇംഗ്ലണ്ട് പേസ് ബൗളർ അതിഗംഭീരമായി ബൗൾ ചെയ്യുകയും 4 ഓവറിൽ വെറും 18 റണ്ണ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് വീഴ്ത്തി. ഒരു ബാറ്റിംഗ് പിച്ചിലാണ് അദ്ദേഹത്തിൻ്റെ ഈ മാസ്മരിക ബൗളിംഗ് പ്രകടനം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ചെന്നൈയുടെ യുവ ബൗളർ അൻഷുൽ കാംബോജ് 3 വിക്കറ്റ് വീഴ്ത്തി. നല്ല എല്ലാം കൊണ്ടും ഫീൽഡിംഗ് ആകട്ടെ ഗംഭീര ഫീൽഡിംഗ് ആയിരുന്നു. സർഫറാസ് ഖാനും അഖിൽ ഹുസൈനും, വെസ്റ്റ് ഇൻഡീസ് സ്പിന്നർ അഖിൽ ഹുസൈനും എടുത്ത ക്യാച്ചുകൾ അതിഗംഭീര ക്യാച്ചുകൾ. സർഫറാസ് ഖാൻ്റെ ക്യാച്ചും അതെ, അഖിൽ ഹുസൈൻ്റെ ക്യാച്ചും അതെ, അതിഗംഭീര ക്യാച്ചുകൾ. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും, ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും അതിഗംഭീര പ്രകടനം കാഴ്ചവെച്ചാണ് ചെന്നൈ തങ്ങളുടെ ആദ്യ ജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അവർക്ക് കളിക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന വിധത്തിൽ ഡിവോൾഡ് ബ്രെവിസ് പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചു വന്നിരുന്നു ടീമിൽ. അത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. പക്ഷേ ഇത്തവണ ബ്രെവിസ് ഇറങ്ങേണ്ടി വന്നില്ല. 2 വിക്കറ്റാണ് അവരുടെ വീണതാകെ. ഈ ബ്രെവിസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സഞ്ജു സാംസൺ ആയുഷ് മാത്രേ കൂട്ടുകെട്ട് 100 റണ്ണിലധികം എടുത്ത അവരുടെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പുറത്തായതിന് ശേഷം ആയുഷ് മാത്രേ വരികയും ആയുഷ് മാത്രയും സഞ്ജു സാംസണും കൂടി 100 റണ്ണിലധികം പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി ഗംഭീര സ്കോർ ഉണ്ടാക്കി. അവസാന ഘട്ടത്തിൽ ശിവൻ ദുബെയുടെ 2-3 ഗംഭീര കൂറ്റൻ അടികൾ കൂടിയായതോടെ സംഗതി ക്ലീനായിട്ടും നല്ല സ്കോറാണ് ആ പിച്ചിൽ എന്നത് ഉറപ്പായിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി തുടക്കം ഗംഭീരമായിരുന്നു. KL രാഹുലും പതും നിസംഗയും നന്നായി കളിച്ചു. നിസംഗ പ്രത്യേകിച്ച് 41 റണ്ണ് എടുത്തിട്ടാണ് പുറത്തായത്. പിന്നീട് ട്രിസ്റ്റൻ സ്റ്റബ്സ് പരമാവധി ശ്രമിച്ചു. 38 പന്തിൽ 60 റണ്ണടിച്ചു. നല്ല കളിയായിരുന്നു സ്റ്റബ്സിൻ്റെയും. പക്ഷേ ഇതൊരു കൂറ്റൻ ലക്ഷ്യമായി മാറിയിരുന്നു അപ്പോഴേക്കും. അത് പിന്നീട് എടുക്കുക അസാധ്യമായി മാറി. അവസാനം 20ാമത്തെ ഓവറിലെ അവസാന പന്തിൽ അവസാന ബാറ്ററും പുറത്തായി. 189 റണ്ണിന് ഡൽഹി പുറത്തായി. 23 റണ്ണിൻ്റെ ഉജ്ജ്വല ജയം ചെന്നൈക്ക് സാധ്യമായിരിക്കുന്നു. എന്തായാലും ഈ സീസണിൽ ഇനി അങ്ങോട്ട് CSK കാര്യമായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും മിക്ക കളികളും ജയിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം CSKയെ പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ അവരുടെ ടീമിലാണ്. ഇന്ന് സഞ്ജു കാരണമാണ് ജയിച്ചത് എന്നത് നമുക്ക് വല്ലാത്തൊരു അഭിമാനം, ഒരു ഉൾപ്പുളകം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ചെന്നൈ ജയിച്ചു എന്നത് ആശ്വാസകരമാണ്. 5 തവണ IPL കിരീടം നേടിയിട്ടുള്ള, ഇപ്പോൾ പരിക്ക് കാരണം പുറത്തിരിക്കുന്ന ധോണി എന്ന എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ 5 തവണ കിരീടത്തിലേക്ക് നയിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യത്തെ 3 കളി തോറ്റത് ഏറെ നിരാശപ്പെടുത്തിയിരുന്നു ആരാധകരെ. ആ നിരാശ ഈ ഒരു കളിയിലൂടെ, ഈ ഒരു ജയത്തിലൂടെ ഏതാണ്ടൊക്കെ ഇല്ലാതാക്കാൻ ചെന്നൈക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫോം നിലനിർത്തുകയും ഇനി തുടർച്ചയായി വിജയങ്ങളിലേക്ക് മുന്നേറുകയുമാണ് ചെന്നൈ ചെയ്യേണ്ടത്.